മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് മുരളി. കൊട്ടാരക്കരയ്ക്കടുത്ത് കുടവട്ടൂരിലെ കാർഷിക കുടുംബത്തിൽ വെളിയം കുടവട്ടൂർ പൊയ്കയിൽ വീട്ടിൽ കെ. ദേവകി അമ്മയുടെയും പി. കൃഷ്ണപിള്ളയുടെയും മകനായി 1954 മെയ് 25-നാണ് മുരളിയുടെ ജനനം. കുടവട്ടൂർ എൽ.പി. സ്കൂൾ, തൃക്കണ്ണമംഗലം SKVHS, തിരുവനന്തപുരം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ആരോഗ്യവകുപ്പിൽ LD ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ UD ക്ലർക്കായും നിയമനം ലഭിച്ചു. അതിനുശേഷം മുരളി നാടകവേദിയിൽ സജീവമാവുകയും ജോലി രാജിവെക്കുകയും ചെയ്തു. കുടവട്ടൂർ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ സ്കൂളിൽ അവതരിപ്പിച്ച നാടകത്തിലെ ബാലതാരമായാണ് മുരളി ആദ്യം സ്റ്റേജിലെത്തുന്നത്. തിരുവനന്തപുരത്തെ പ്രശസ്ത നാടകകളരിയായ നാട്യഗൃഹം മുരളിയുടെ കൂടി ശ്രമമായി രൂപപ്പെട്ടതാണ്. ഭരത് ഗോപി മുരളിയെ നായകനാക്കി ഞാറ്റടി എന്ന ചിത്രം സംവിധാനം ചെയ്തു. പക്ഷേ ആ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. തുടർന്ന് അപ്രതീക്ഷിതമായി അരവിന്ദന്റെ ചിദംബരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. ഹരിഹരന്റെ പഞ്ചാഗ്നിയാണ് ആദ്യം റിലീസായ ചിത്രം. വെങ്കലത്തിലെ ഗോപാലൻ മൂശാരി, ആകാശദൂതിലെ ജോണി, അമരത്തിലെ കൊച്ചുരാമൻ, ആധാരത്തിലെ ബാപ്പൂട്ടി എന്നിവ മുരളിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ്. നെയ്ത്തുകാരനിലെ അഭിനയത്തിലൂടെ 2002 മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും 2 തവണ സഹനടനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2013 അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മഞ്ചാടിക്കുരുവാണ് അവസാനമായി അഭിനയിച്ച ചിത്രം. ജീവിതത്തിന്റെ അവസാന 10 വർഷക്കാലം കടുത്ത പ്രമേഹരോഗബാധിതനായിരുന്നു മുരളി. 2009 ഓഗസ്റ്റ് 6-ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. തിരുവനന്തപുരത്തെ പ്രശസ്ത നാടകക്കളരിയായ നാട്യഗൃഹം മുരളിയുടെ കൂടി ശ്രമമായി രൂപപ്പെട്ടതാണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മുരളി 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു.